തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ബോണക്കാട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 13 വയസ്സുകാരിയുടെ മരണത്തിന് ശേഷമാണ് അത് പ്രേതാലയമായി മാറുന്നത്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ ബോണക്കാട് ആ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സായിപ്പ് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആ എസ്റ്റേറ്റ് നോക്കി നടക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ടാണ് അവിടെ ഒരു ബംഗ്ലാവ് പണിയുന്നത്. അങ്ങനെ ആ ബംഗ്ലാവ് പണിയതിനു ശേഷം അവരുടെ ഫാമിലി ഒത്ത് താമസിക്കുകയും സായിപ്പിന് ഒരു മകളും ഉണ്ടായിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ നമ്മുടെ സായിപ്പിന്റെ മകള് 13ാമത്തെ വയസ്സിൽ അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ സായിപ്പ് ആ ബംഗ്ലാവോട് ഉപേക്ഷിക്കുകയും തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിനു ശേഷം അവിടെ താമസിക്കുകയും എന്തുകൊണ്ട് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ഒരു നല്ലൊരു അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളം വിട്ടു പോകാഞ്ഞത്. പക്ഷെ എന്നിട്ടും ആ മകളുടെ ആ ഒരു മരണത്തിന് ശേഷം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആട് മേയ്ക്കാൻ പോയ ഒരു കുട്ടി അവിടെ ചെല്ലുകയും അപ്പോൾ പെട്ടെന്ന് ബഹളം വെച്ച് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നായിരുന്നു. എഴുത്തും വായനയും പോലും അറിയാത്ത ആ കുട്ടി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയും അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ദേഹത്ത് ആ 13 വയസ്സുകാരുടെ പ്രേതമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറെ ചികിത്സ നടത്തുകയും അവസാനം ആ കുട്ടി മരണപ്പെടുകയും അങ്ങനെ ഒരു കഥയിൽ നിന്നാണ് ബോണക്കാട് ബംഗ്ലാവിന്റെ പ്രേതാലയം തുടങ്ങുന്നത്. അതുപോലെ സായിപ്പ് അതുപോലെ ലണ്ടനിലേക്ക് മടങ്ങുകയും അതിനുശേഷം മഹാവർ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി തന്നെയാണ് ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ കുറെ കാലത്തിന് ശേഷം അത് ആൾതാമസമില്ലാതെ അത് ഒറ്റപ്പെടുകയും അങ്ങനെ അതിനുശേഷമാണ് അതൊരു പ്രേതാലയമായി മാറുന്നതും. നീണ്ട 5 വർഷത്തിനുള്ളിൽ തന്നെയാണ് അതൊരു പ്രേതബാധയുള്ള ഒരു സ്ഥലമായി ആൾക്കാർ കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആ സ്ഥലത്ത് പെട്ടെന്ന് എന്തുകൊണ്ട് ഉണ്ടായെന്നുള്ള കാര്യമാണ് നമുക്ക് ഈ സ്ഥലത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. സൂര്യന്റെ പണി കഴിഞ്ഞ് ഇരുട്ടിലേക്ക് മറിഞ്ഞതിന് ശേഷമാണ് ബോണക്കാട് ബംഗ്ലാവ് ഒരു പ്രേതാലയമായി മാറുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഇരുട്ടിലേക്ക് മാറിയതിനു ശേഷവും അവിടെ ശബ്ദങ്ങളും കുട്ടികളുടെ കരച്ചിലും അതുപോലെ നമ്മുടെ അവിടെ കറണ്ട് ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ഒരു വെട്ടങ്ങൾ മിന്നി മാറിയുന്ന അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാണ് അതൊരു പ്രേതാലയമെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് അവിടെ പോയ പല നമ്മുടെ ന്യൂസുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും പല ചുമലിൽ എഴുത്തുകൾ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് ആ വീട് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലം ആ മൊത്തം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമൂഹ്യ വിരുദ്ധരുടെ കയ്യൊപ്പാണ് അവിടെ മൊത്തം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചുമരിൽ മൊത്തം എഴുത്തുകൾ, അതുപോലെ തന്നെ അവിടെ നമ്മുടെ തണുപ്പ് കാലത്ത് ഒരു ഹൈറേഞ്ച് സ്ഥലമാണ്. അപ്പൊ തണുപ്പ് കാലത്ത് ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അതിപ്പോഴും ആൾക്കാർ ചെല്ലുമ്പോഴും അവിടെ കത്തിച്ചതിന്റെ അവശിഷ്ടം ചാരങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെയാണ് അവിടെ അങ്ങനെ സംഭവങ്ങൾ നടന്നതും അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് കിടക്കുന്നതും കുറെ എഴുത്തുകളും ഒക്കെ തന്നെ ആ ഒരു അടയാളം കൊണ്ട് തന്നെ മനസ്സിലാക്കാം അതൊരു പ്രേതാലയമല്ല, അതൊരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രേത കഥകൾ അതുപോലെ തന്നെ ഇങ്ങനെ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്നുള്ള സംഭവങ്ങൾ ഇതെല്ലാം നടത്തുന്നത് ഏകമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ പണിയാണ് ഇതെല്ലാം. കാരണം അവരാണ് രാത്രികാലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുകയും അവിടെ മോശമായ കാര്യങ്ങൾ ചെയ്യുകയും ഇതെല്ലാം കണ്ട് തന്നെ ആൾക്കാർ അവിടെ എത്താതിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു പ്രയോഗം തന്നെയാണ് ഈ പ്രേതാലയം എന്നൊരു സംഭവം. അപ്പം ഇങ്ങനെയുള്ള പുതിയ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.